നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പൊത്തിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കും വല്ല ടീക്കപ്പ് പപ്പീസ് അങ്ങനെയൊക്കെയാണെന്ന് ഓർക്കും. പക്ഷെ അവരല്ല. ഇത് നമുക്ക് ഇവിടെ ഉണ്ടായ നമ്മുടെ ചിപ്പു പപ്പീസ്. അതായത് ചിപ്പു എന്ന് പറയുന്നത് നമ്മുടെ ടോയ് ഫുഡിൽ നമ്മുടെ ജോണും അതുപോലെ തന്നെ നമ്മുടെ ചിവാവ നാനോ ഉണ്ടല്ലോ, ഇവർക്ക് 2 പേർക്കും കൂടെ ഉണ്ടായ കുട്ടികളാണ്. അപ്പം 4 പേരാണ് ഈ ലിറ്ററിലുണ്ടായത്. 4 പേരും ഏകദേശം ഒരേ കളറിൽ അപ്രിക്കോട്ടും. ഇവള് മാത്രം ഇച്ചിരി റെഡ് കളർ ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട്. ബാക്കി 3 പേരും ഈ അപ്രിക്കോട്ട് കളറിൽ ഇച്ചിരി ലൈറ്റർ ഷെയ്ഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഫീമെയിൽ പപ്പിയും ഇവൾ ഫീമെയിലും, ബാക്കി 3 പേര് ആണുങ്ങളുമാണ്, മെയിൽസാണ് 3 പേര്. ഉണ്ടായിട്ട് 10 ദിവസമായിട്ടുള്ളൂ. പക്ഷേ നല്ല ആക്റ്റീവാണ്, നല്ല ഇതുണ്ടോ, കയ്യിലൊന്നും അടങ്ങിയൊന്നും ഇരിക്കത്തില്ല, നല്ല പിടപ്പന്മാരൊക്കെയാണ്. എന്നാലും കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങോട്ട് കയറ്റിയതുകൊണ്ട് അമ്മ താഴെ കൂടെ ഇങ്ങനെ അന്വേഷിച്ച് നടപ്പുണ്ട്. അന്വേഷിച്ച് നടക്കുമല്ല, അന്വേഷിച്ച് കിടക്കുക ചെയ്യുന്നത്. ഞാൻ എടുത്ത് കാണിക്കാം, അവളെ കൂടെ കാണിക്കാം. വാ, നാനോ ഇവിടെ ഉണ്ട്. നാനോ എന്താണെങ്കിലും വന്നത് കുറച്ച് ഫുഡ് കൊടുത്തേക്കാന്നുള്ള പ്ലാനിലാണ് പിള്ളേർക്ക്. അപ്പം എന്നാലും നാനോ ഇത് ഇച്ചിരി ഉള്ളെങ്കിലും ഭയങ്കര നല്ലൊരു മദറാണ് കേട്ടോ. കാരണം അതാണ് ഇപ്പം 4 പപ്പീസും നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ ഇത്രയും ചെറിയ ആൾക്ക് ഇങ്ങനെ 4 പപ്പീസൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും രക്ഷപ്പെടുത്തി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവളെന്താണേലും നല്ലപോലെ നോക്കി എല്ലാവരെയും അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. മക്കളെ എല്ലാവരെയും നല്ല രസമായിട്ട് നോക്കി. നമ്മൾ കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരത്ത് തന്നെ പാല് കൊടുക്കുക, ക്ലീനിങ് പരിപാടികളെല്ലാം പുള്ളിക്കാരത്ത് നിന്നോളും. അപ്പം ഗുഡ് മദറാണ് അല്ല നാനോ? അപ്പോൾ ഒന്നുകൂടെ പറയാം, പപ്പീസ് ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? പണ്ട് നമ്മളൊരു അഡോപ്ഷൻ ചെയ്ത് തീർക്കുന്നുണ്ട്, നമ്മുടെ ഫസ്റ്റ് അഡോപ്ഷൻ. നമ്മളിത് മെയ്റ്റ് ആയതുപോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഇപ്പം നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ചെറുതായിട്ട് വയറൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പം അപ്പൻ ഇത് തന്നെയാണെന്നോ നമ്മൾ വിചാരിക്കുന്നത്. ആരും അതെ, ആ വിഹിതത്തിൻ്റെ റിസൾട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ 2 പപ്പീസ്. അപ്പോൾ ആ അഡോപ്ഷനിൽ കൊടുത്തില്ലായിരുന്നു, നല്ല ബട്ടർഫ്ലൈ പോലത്തെ 2 പപ്പീസ് ഉണ്ടായിരുന്നത്. ആ അഡോപ്ഷനിൽ കൊടുത്ത സെയിം കോമ്പിനേഷൻ അല്ല, ഇത്തവണത്തെ അവിഹിതം വേറെ ആൾക്കാരായിട്ടായിരുന്നു. അപ്പം അതിനകത്ത് ജോണിൻ്റെയും ഇവരുടെ 2 പേരുടെയും കൂടെ പപ്പീസാണ് കേട്ടോ. പപ്പീസൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഇച്ചിരി കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ കൂടുതൽ വിഷ്വൽസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം.